അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയരെ, നമ്മൾ ഓരോ മുസൽമാനും കേട്ടു പരിചയമുള്ളതാണ് ബദർ മൗലിദ്. വളപ്പിൽ അബ്ദുൽ അസീസ് റഹിമഹുല്ല രചിച്ച സർവ്വസാധാരണമായി നാം ഓതി വരുന്ന ബദർ മൗലിദ്. ആ ബദർ മൗലിദിൽ അസ്ഹാബുൽ ബദരീങ്ങളെ പേര് പറയുന്നിടത്ത് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ, റിവായത്ത് പറയുമ്പോൾ വദക്കറ ശൈഖു ദാറാനിയു റഹിമഹുല്ല എന്ന് പറയുമ്പോൾ അവിടെ ദാറാനിയാണോ ദവ്വാനിയാണോ എന്ന് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഈ ദാറാനിയു റഹിമഹുല്ല എന്നിടത്ത് ആകത്തുക പറയുമ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയം എന്താണ്? അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസ് അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരിൻ വഖാല മുജറബുൻ. അസ്മാ എന്താണ്? അസ്മാഉൽ ബദറിന്റെ പേര് പറയുമ്പോ ആ ദുആ ഉത്തരം കിട്ടുമെന്ന് മശായിഖുൽ ഹദീസിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം, ഇത് സത്യത്തിൽ ഇമാം ദാറാനിയിൽ നിന്നും ദവ്വാനിയിൽ നിന്നും ഈ രണ്ടുപേരിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാം. തൽമീനുൽ ഫവായിദ് ഫി തഹ്ഖീഖിൽ മവാലിദി വൽ ഔറാദി വൽ ഖസായിദി എന്ന ഗ്രന്ഥത്തിന്റെ 84-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. വദക്കറ ശൈഖു ദാറാനി റഹിമഹുല്ലാ എന്ന് പറഞ്ഞിട്ട് കദാ ഫിൻ നുസഖില്ലതി റഅയ്നാഹ, ഇങ്ങനെയാണ് നമ്മൾ കണ്ട പകർപ്പുകളിലെല്ലാം ഉള്ളത് ദാറാനി എന്നാണ്. എന്നിട്ട് അവിടെ പറയാണ് ഫലഅല്ല സ്വവാബ് അയ്യുഖാല, പറയലാണ് ഇന്നഹു തഹരീഫുൻ അനി ദവ്വാനി, ദവ്വാനിയെ വിട്ട് ഒരു തഹരീഫാണ്, അതൊരു സ്ഖലിതമാണ് എന്ന് പറയലാണ് നല്ലത്. ദവ്വാനി എന്ന നിസ്ബത്തില്ല ദവ്വാൻ വഹിയ ഖറിയത്തുൻ മിൻ ഖുറാ ഖാസ്റൂൻ, ഖാസ്റൂനിലെ ഒരു ഗ്രാമമാണ് ദവ്വാൻ. ആ ദവ്വാനിലേക്ക് നിസ്ബ് ചെയ്ത് ചേർത്തുകൊണ്ട് ദവ്വാനി എന്ന് പറയുന്നത്. ഈ ദവ്വാനിയിൽ നിന്ന് ആ ദവ്വാനിയെ വിട്ടുള്ള ഒരു സ്ഖലിതമാണ് ഈ ദാറാനി. ഈ ദവ്വാനി എന്ന് പറയുന്ന അതിലേക്ക് ചേർത്ത് പറയുന്ന മഹാൻ അൽ ഇമാം മുഹമ്മദ് ബിൻ അസ്അദ് സ്വദീഖി അദ്ദവ്വാനി അൽ മുലഖബ് ബി ജലാലുദ്ദീൻ ശാഫിഈ, ജലാലുദ്ദീൻ ഷാഫി എന്ന പേരിൽ പ്രസിദ്ധനായ അറിയപ്പെടുന്ന അസ്അദ് സ്വദീഖി അദ്ദവ്വാനി എന്ന മുഹമ്മദ് ബിൻ അസ്അദ് സ്വദീഖി അദ്ദവ്വാനി എന്ന് പറയുന്ന മഹാനവറുകളാണ് ഈ ഇമാം ദവ്വാനി. അവർ ഇമാമുൽ മഅഖൂലാത്താണ്. ലഹു മുസന്നഫാത്തുൻ, ധാരാളം രചനകളുണ്ട് മഹാനവറുകൾക്ക്. മിൻഹ, ആ രചനയിൽ പ്രധാനപ്പെട്ടതാണ് ഹാഷിയത്തു അലൽ അഖായിദുൽ അദുദിയ്യ, അഖായിദുൽ അദുദിയ്യയുടെ ഹാഷിയ അതിൽപ്പെട്ടതാണ്. തൂഫിയ സനത്ത് 918, ഹിജറ 918 വഫാത്തായി. എന്നിട്ട് വയുഅയ്യിദു മാ ദക്കർനാഹു മിൻ അന്നഹു തഹരീഫു ദവ്വാനി, ദവ്വാനി എന്നതിൽ സ്ഖലിതം സംഭവിച്ച് ദാറാനി ആയതാണ് എന്ന് നാം പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇബാറത്തു ശറഹിഹി അലൽ അദുദിയ്യ, അദുദിയ്യക്കുള്ള ശർഹിൽ ഒരു ഉദ്ധരണി എന്താണ്? വഹിയ മാനസുഹ, ആ അദുദിയ്യയുടെ ശറഹിൽ, അഖായിദുൽ അദുദിയ്യയുടെ ശറഹിൽ മഹാനവറുകൾ പറയുന്നത് കാണാം, ഉദ്ധരിക്കുന്നത് കാണാം. വഖദ് സമിഅനാ മിൻ മശായിഖിൽ ഹദീസി അന്ന ദുആ ഇൻദ ദിക്രിഹിം മുസ്തജാബുൻ വഖദ് ജുരിബ ദാലിക എന്ന് അഖായിദുൽ അദുദിയ്യയുടെ ശറഹിൽ ഇമാം ദവ്വാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ ഇത് ദവ്വാനി എന്നതില് സ്ഖലിതം സംഭവിച്ച് ദാറാനി ആയതാണ് എന്നതിന് നമുക്ക് കൂടുതൽ ഫലം നൽകുന്നുണ്ട്.
വഖദ് നഖലഹ ഇദൻ അൻ ദവ്വാനി സ്വഹിബ് സീറത്തുൽ ഹലബിയ, സീറത്തുൽ ഹലബിയുടെ മുസന്നിഫും ദവ്വാനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഹലബിയുടെ 2ാം വാള്യം 142 പേജ്. അപ്പോ ചുരുക്കത്തിൽ ദാറാനി എന്നുള്ളത് പകർത്തി എഴുതിയ ആളുകളിൽ നിന്ന് സംഭവിച്ചു പോയതാകാം, അവിടെ ദവ്വാനി തന്നെയാണ് വേണ്ടത് എന്ന് തൊളമീനുൽ ഫവായിദിന്റെ 84 പേജ് പറയുമ്പോൾ, ബദർ മൗലിദിന്റെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ, വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ ബദർ മൗലിദിന്റെ ഷറഹായ മിഫ്താഹുൽ മദദ് എന്ന ഗ്രന്ഥത്തിന്റെ 101 പേജിൽ കാണാം. അതിന്റെ 101 പേജിൽ പറയുന്നത് കാണാം. എന്താണ്? ഖാലൽ അല്ലാമത്തു നൂറുൽ ഹലബി, അല്ലാമ നൂറുൽ ഹലബി റഹിമഹുല്ല പറയുന്നു. ഈ നൂറുൽ ഹലബി സീറത്തുൽ ഹലബിയുടെ മുസന്നിഫ് അല്ല കേട്ടോ, അവര് സീറത്തുൽ ഹലബിയുടെ മുസന്നിഫല്ല. ഈ നൂറുൽ ഹലബി പറയുന്നു ദക്കറൽ ഇമാമു ദാറാനിയു, ദക്കറൽ ഇമാമു ദാറാനിയു, ഇമാം ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസി അന്ന ദുആ ഇൻദ ദിക്രിഹിം യഅനി അഹ്ല ബദരിൻ ഇസ്തജാബു വഖദ് ജുരിബ ദാലിക എന്ന് ഇമാം ദാറാനി പറഞ്ഞതായി നൂറുദ്ദീനുൽ ഹലബി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇതിന് മിഷ്കാത്തിന്റെ ഷറഹ്, ഇബ്നു ഹജർ തങ്ങളുടെ മിഷ്കാത്തിന്റെ ഷറഹായ ഫതുഹുൽ ഹിലാഹ്, ആ ഫതുഹുൽ ഹിലാഹിന്റെ തക്മിലയിലും അഹ്മദ് ഫരീദുൽ മസീദി ഫതുഹുൽ ഹിലാഹിന്റെ തക്മിലയിലും ഉദ്ധരിച്ചത് കാണാം, അതിന്റെ 10ാം ജുസയില്. അതോടുകൂടെ ഫഖദ് വറഫി ഷർഹിൽ ഇമാൻ ദവ്വാനി അലൽ അഖായിദുൽ അളുദിയ്യത്തി ബിഖൗലിഹി, അഖായിദുൽ അളുദിയ്യയുടെ ഷർഹിൽ ഇമാം ദവ്വാനി പറഞ്ഞിട്ടുണ്ട്, അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസി അന്ന ദുആ ഇൻദ ദിക്രിഹിം യഅനി അഹ്ല ബദരിൻ ഇസ്തിജാബു വഖദ് ജുരിബ ദാലിക. ഷർഹുൽ അളുദിയ്യയുടെ ഷർഹിൽ പറയുന്നത് കാണാൻ കഴിയും. എന്നിട്ട് മിഫ്താഹുൽ മദദില് പറയുന്നത്, അപ്പൊ ഇമാം ദവ്വാനിയിൽ നിന്നും ഇത് ഉദ്ധരിച്ചത് കൊണ്ട് ദാറാനി ആകുന്നതിന് എതിരല്ല. വലാ യുആരിദുഹു മാ വറദ അനിൽ ഇമാമി ദവ്വാനി. എന്താ കാരണം? കമ്മിൻ ഇബാറത്തിൻ തഅദ്ദദത് മിൻ ഗൈരി വാഹിദിൻ മിൻ മുസന്നഫീന, ഒരേ ആശയത്തിലുള്ള ഒരേ ഇബാറത്ത് ഒന്നിലധികം മുസന്നിഫുകൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറെയും മശായിഖന്മാരിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോ എന്താണ് ഇത്? ദവ്വാനി റഹിമഹുല്ലാഹ് ഓർ മറ്റ് ദാറാനിൽ നിന്ന് ഉദ്ധരിച്ചതാകാനാണ് സാധ്യത. فلا يبعد سرد الإمام الدواني في كتابه شرح الحقائد العلوية هذه العبارة مستفادة من كلام الإمام الداراني. ദാറാനി ഇമാമിന്റെ കലാമിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാകാനുള്ള സാധ്യത വിദൂരം അല്ല. വമൻഹജു കലാമി യദുല്ലു അലാ ഹാദാ, ദവ്വാനി ഇമാമിന്റെ കലാമിന്റെ ശൈലി ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മിഫ്താഹുൽ മദദിൽ പറയാണ്, ലാകിൻ തഗയ്യുറു ഫി ഇബാറത്തിൽ മുസന്നിഫി അൽ വാരിദ് അൻഹു ബി ലഫ്ദ് ദാറാനി ഇലാ ലഫ്ദത്തി ദവ്വാനി വഹുവ ഹറാമുൻ ബിലാ ശക്കിൻ. അങ്ങനെ ദാറാനി എന്നുള്ളത് ദവ്വാനി എന്ന് വായിക്കരുത്, അതങ്ങനെ ദാറാനി തന്നെ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നാളിതുവരെ നമ്മള് കേരളക്കരയിലെ കിതാബുകളിലേക്കും കണ്ടുപോകുന്നത് ദാറാനി ആയിരുന്നു എന്നും അതേ വിഷയം ദവ്വാനി റഹിമഹുല്ലയും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും
അതുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പോ പുതുതായിട്ട് ദാറാനി മാറ്റി ദവ്വാനി ആക്കേണ്ടതില്ലെന്നും നാളിതുവരെ നമ്മളൊക്കെ ഉപയോഗിച്ചു പോന്നിരുന്നത് പോലെ ദാറാനി എന്ന് ഉപയോഗിക്കുന്നതിൽ പന്തികേടില്ല എന്നുമാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അഅലമു ബിസ്സവാബ് വഇൽമുഹു അതമ്മു വഅക്മലു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.